ജോർജ് സാറേ, ഇപ്പോൾ അങ്ങ് കോളേജ് അധ്യാപകനായിരുന്ന ആളാണല്ലോ. കോളേജുകളിൽ സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതാ ഇപ്പോൾ നടക്കുന്നത് ശരിക്കും നമ്മൾ ഈ ഗ്യാങ് വാറുകളെ അനുസ്മരിക്കുന്ന വിധത്തിൽ നേതാക്കന്മാർ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ സ്റ്റാറ്റസും ആഹ്വാനങ്ങളും ഒക്കെ പിന്നെ പുറപ്പെടുവിക്കുകയാണ്. തമ്മിൽ തല്ലി തീർക്കാം, വേണമെങ്കിൽ കൊന്നു തീർക്കാം എന്നുള്ള മട്ടിലായി കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയം. അഭിലാഷേ, ഇപ്പോൾ കേരളത്തിലെ കലാലയങ്ങളിൽ നടക്കുന്ന ഈ പറയുന്ന ഏറ്റുമുട്ടലെല്ലാം പെട്ടെന്നുണ്ടായതായ ഒരു പ്രതിഭാസമല്ല. കഴിഞ്ഞ 3 ദശാബ്ദങ്ങളായി കേരളത്തിലെ കലാലയങ്ങളിലെ വിദ്യാർത്ഥി സംഘടനകൾ മുഴുവൻ പ്രവർത്തിക്കുന്നത് അവരുടെ മാതൃസംഘടനകളുടെ പോഷക സംഘടന എന്ന നിലയിലാണ്. അങ്ങനെ ആയിരുന്നില്ല. അഭിലാഷൻ കോളേജിൽ ദീർഘകാലം പഠിച്ച ഒരു വിദ്യാർത്ഥിയാണല്ലോ. അങ്ങനെ ആയിരുന്നില്ല മുൻകാലങ്ങളിൽ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനവും പ്രവർത്തന ശൈലിയും. മാന്യമായ രീതിയിൽ പരസ്പര ബഹുമാനത്തോടുകൂടെ ഇടപെടുകയും കലാകായിക മത്സരങ്ങൾ പരസ്പര യോജിപ്പോട് നടത്തുകയും ചെയ്ത ഒരു ഗതകാല ചരിത്രം നമ്മുടെ കലാലയങ്ങളിലുണ്ട് എന്ന കാര്യം നാം വിസ്മരിക്കരുത്. എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഇവിടെ 3 വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാർ നമ്മളോട് സംസാരിച്ചു. ഈ 3 വിദ്യാർത്ഥി സംഘടനകളുടെയും യഥാർത്ഥത്തിൽ അവർ ബന്ധപ്പെട്ടിരിക്കുന്ന മാതൃസംഘടന ഏതാണെന്ന് അഭിലാഷ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ വാദത്തിന് വേണ്ടി പറയായിരിക്കും ഞങ്ങൾ സ്വതന്ത്ര സംഘടനകളാണ്. എന്നാൽ എനിക്കും അഭിലാഷിനും ഈ കാണുന്ന എല്ലാവർക്കും പൊതു സമൂഹത്തിനും നല്ല വ്യക്തമല്ലേ, ഇതെല്ലാം 3 മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളുടെ പോഷക സംഘടനകളാണ് എന്ന കാര്യം. ഇവിടെയാണ് യഥാർത്ഥത്തിൽ പ്രശ്നം ഉണ്ടാകുന്നത്. കാരണം അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ പരസ്പരം തല്ലി കീറിയാലും തല്ലി തകർത്താലും ശരി, അവരെ സംരക്ഷിക്കാനായി അവരുടെ രാഷ്ട്രീയ യജമാനന്മാർ അവരുടെ പിന്നിലുണ്ട് എന്നതായിട്ടുള്ള ഈ ധാർഷ്ട്യമാണ് ഈ തരത്തിൽ കാപാലികമായ മൃഗങ്ങളെ പോലും തോൽപ്പിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് വിദ്യാർത്ഥി സംഘടനകളെ കൊണ്ടെത്തിച്ചത് എന്നുള്ളതാണ് ഇതിന്റെ പരമമായിട്ടുള്ള യാഥാർത്ഥ്യം. അത് ശരിയാണ്. അഭിലാഷ്, ഒരു കാര്യം കൂടെ, ഒറ്റ വാക്യം കൂടെ. അഭിലാഷ് ശ്രദ്ധിച്ചു എന്നാണ് എൻ്റെ വിചാരം. KSU നേതാക്കന്മാർ ഇപ്പോൾ ആക്രമണത്തിലെ പ്രതികളായിട്ട് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയെന്ന് പറയുന്നു, അല്ല പിടിച്ചു എന്നൊക്കെ പറയുന്നു. തൊട്ട അടുത്ത നിമിഷം വന്നല്ലോ ആ സംഘടനയുടെ കേന്ദ്ര നേതാക്കന്മാരുടെ പ്രസ്താവന, ഞങ്ങളുടെ വിദ്യാർത്ഥികളെ സംരക്ഷിക്കും എന്നവർ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവിടെ എന്താണ് അഭിലാഷെ ചേർത്ത് വായിക്കേണ്ടത്? ഈ ചെയ്യുന്ന കുട്ടികളെ സംരക്ഷിക്കാനായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ അവരുടെ പിന്നിലുണ്ട് എന്നതായിട്ടുള്ള അമിതമായിട്ടുള്ള ആത്മവിശ്വാസമാണ് ഈ തരത്തിൽ മൃഗീയമായ ഏറ്റുമുട്ടലുകളിലേക്ക് അവരെ നയിക്കുന്നത് എന്ന് സംശയാതീതമായി ഓരോ ദിവസവും തെളിഞ്ഞുകൊണ്ടിരിക്കും. നമുക്കൊരു ചെറിയ ഇടവേള എടുത്തതിന് ശേഷം മടങ്ങി.